ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളിന്ന് അതിരാവിലെ തന്നെ ഒരു ഷോർട്ട് ട്രിപ്പ് പോവുകയാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ട്രിപ്പ് വന്നതെന്താണെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് റൈഡ് എന്ന് പറയാം നമുക്ക്. ഞാൻ പോകുന്നത് ശംഖുമുഖം ബീച്ചിലാണ്. സോ ഇപ്പോൾ സമയം ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട്. സൺലൈറ്റ് അധികം വീണ് തുടങ്ങിയിട്ടില്ല. ഇന്നലെയൊക്കെ മഴയായിരുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകാം. അവിടുത്തെ രാവിലത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്കറിയാം. സോ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. റോഡിലൊക്കെ അത്യാവശ്യം തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഡ്യൂക്ക് 390 ട്രാവൽ ചെയ്യണത്. നമ്മൾ കുറച്ച് കാലത്തേക്ക് ഈ ഒരു ഡ്യൂക്ക് 390 കേരളത്തിന് അത് ട്രിപ്പൊക്കെ പോകുന്നത്. സോ എങ്ങനെയുണ്ട് വണ്ടിയും ചോദിച്ചാൽ ഇവൻ മുത്താണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. പവറിന് പവർ. വണ്ടി നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പെർഫോമൻസ് ഒരു രക്ഷയില്ല. പിന്നെ ഇല്ലാത്ത ഫീച്ചേഴ്സൊന്നുമില്ല. സൂപ്പർ ബൈക്കിലൊക്കെ ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു വണ്ടിയാണ്. പിന്നെ ഒരു ഹൈ റവിങ് എൻജിനാണ്. അവന് നമ്മളിങ്ങനെ ത്രോട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് അവനിഷ്ടം. ഇവിടെ എല്ലാ അമ്പലത്തിലും ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആറ്റുകാൽ അമ്പലത്തിൽ ഫെബ്രുവരി 23 ഉത്സവം തുടങ്ങുന്നത്. അതായത് ഇന്ന് ഞാനിത് ഫെബ്രുവരി 23 ഷൂട്ട് ചെയ്യുന്നത്. മാർച്ച് 3 പൊങ്കാല. സോ റോഡ് സൈഡിലെല്ലാം സ്പീക്കേഴ്സും പാട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിക്കുട്ടനെ പറ്റി പറയാം. ഡ്യൂക്ക് 390 അപ്പോൾ ഒരു 399cc എൻജിനാണ്. നേരത്തെ ഉണ്ടായിരുന്ന 373 ആയിരുന്നു. സോ ജെൻ 3 വന്നപ്പം തന്നെ അവൻ്റെ പവറൊക്കെ അങ്ങ് കൂട്ടി. പിന്നെ ഒരുപാട് ഓപ്ഷൻസ്. ഇലക്ട്രോണിക്സ് കുത്തി നിറച്ചൊരു വണ്ടിയാണെന്ന് പറയാം. ഫുൾ ഇലക്ട്രോണിക്സ്. അതായത് ക്വിക്ക് ഷിഫ്റ്റർ, ട്രാക്ഷൻ കൺട്രോള്, പിന്നെ കോർണറിങ് ABS, അങ്ങനെ കോർണറിങ് ട്രാക്ഷൻ കൺട്രോള്, ഒരുപാട് സാധനങ്ങളുള്ള ഒരു ബൈക്കാണ് ഡ്യൂക്ക് 390 ജെൻ 3 എന്ന് പറയുന്നത്. വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ പവർ എത്രയെന്ന് വെച്ചാൽ 46 bhp 39.5 Nm ടോർക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറക്കും വണ്ടി നമ്മൾ കൈയെടുത്താൽ. പിന്നെ ഇതിൽ ത്രോട്ടിൽ റൈഡ് ബൈ വയറാണ്. ഇപ്പോഴത്തെ മോഡേൺ വെഹിക്കിളിനുള്ള പോലെ റൈഡ് ബൈ വയർ ത്രോട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂവലിംഗ് ഒക്കെ ഭയങ്കര പ്രിസൈസാണ്. പിന്നെ അവൻ്റെ ആ ഡിസ്പ്ലേ ഓറഞ്ച് ആകുന്നുണ്ടോ? ഞാൻ റെഡ് ലിമിറ്റ് 5000 RPM സെറ്റ് ചെയ്തിരിക്കുന്നത്. കയറുന്ന കയറ്റം കണ്ടോ? ഒരു രക്ഷയില്ലാത്ത പവറാണ്. പെർഫോമൻസിൻ്റെ അങ്ങേയറ്റം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നമുക്ക്. പിടിച്ചെടുത്ത് നിൽക്കുകയും ചെയ്യും. എല്ലാവരും പറയും ഡ്യൂക്ക് ഭയങ്കര ആക്സിഡൻറ്റ് വണ്ടിയാണ്, കെയർഫുള്ളായിട്ട് റൈഡ് ചെയ്യണം. എല്ലാ വണ്ടിയും കെയർഫുള്ളായിട്ട് റൈഡ് ചെയ്യണം. അവന് ഇത്രയും പവറും സംഭവം ഉണ്ടെങ്കിൽ അവനെ നിർത്താനുള്ള ബ്രേക്കിംഗ് കപ്പാസിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നെഗറ്റീവ് എന്ന് പറയാൻ, ഞാൻ 390 ഒരു 10 വർഷമായിട്ട് യൂസ് ചെയ്യാണ്. BS3 ആദ്യം ഇറങ്ങിയ 390 മുതൽ എനിക്കിതുവരെ ഒരു മേജർ ഇഷ്യൂസും വന്നിട്ടില്ല. പിന്നെ ഈ ജെൻ 3യിലും ഞാൻ മേജർ ഇഷ്യൂസായിട്ടൊന്നും കാണുന്നില്ല. ഞാൻ യൂസ് ചെയ്യണ എൻജിൻ ഓയിൽ ലിക്വിഡ് മോളിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പെർഫോമൻസും എൻജിൻ വൈബ്രേഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും ഇന്ന് ഡ്യൂക്ക് 250 ആണെങ്കിലും 390 ആണെങ്കിലും ഒരു ലിക്വിഡ് മോളിയുടെ എൻജിൻ ഓയിലൊന്ന് യൂസ് ചെയ്ത് നോക്ക്, നല്ലതാണ്. അവൻ കയറുന്ന സ്പീഡ് കണ്ടോ? അവന് ഇങ്ങനെ സ്പീഡ് കയറുന്ന അവൻ്റെ മെയിൻ ഇഷ്ടം. നമ്മൾ പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് വേണം ഓടിക്കേണ്ടത് വണ്ടി. പിന്നെ വണ്ടിയുടെ സീറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റിംഗാണ്. വലിയ പാഡിങ് ഉള്ള സീറ്റൊന്നുമല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. സോ ഞാൻ ഹിമാലയൻ 450 വരുന്നത് വരെ കേരളത്തിനകത്ത് അത്യാവശ്യം ഈ ഒരു വണ്ടി വെച്ചിട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. മൂന്നാർ, വട്ടവട, അങ്ങനെ കുറേ സ്ഥലത്ത് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. സോ എൻ്റെ ഒരു ക്യാമറയും കൂടെ വരാനുണ്ട്. അതും കൂടെ വന്നിട്ടായിരിക്കും
നമ്മുടെ കേരള യാത്ര തുടങ്ങുന്നത്. നമ്മൾ ഓൾ ഇന്ത്യ അടിക്കുന്നത് ഹിമാലയൻ 450 വന്നതിന് ശേഷമായിരിക്കും. സോ എന്തുകൊണ്ട് ഹിമാലയൻ എടുത്തു എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ടൂറിങ് അത്ര പോസിബിൾ അല്ല, ഓഫ് റോഡൊന്നും. കാരണം ഇതിൻ്റെ സസ്പെൻഷനൊക്കെ ഒരു ട്രാക്കിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന സസ്പെൻഷനാണ്. ഇതെല്ലാം അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്, ഫ്രണ്ടും ബാക്കും. ബട്ട് നമുക്ക് ഹെവി ഓഫ് റോഡൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അതിനുവേണ്ടി ഈ ഒരു ഡിസൈൻ ചെയ്ത വണ്ടി അല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഹിമാലയൻ എടുത്തു. പിന്നെ ഒരുപാട് വണ്ടി നോക്കി, എക്സ്പൾസ് 210, KLX, കാവസാക്കിയുടെ KLX 230, പിന്നെ ഇത് അപ്പാച്ചി RTX 300, ഇതെല്ലാം നോക്കിയതിന് ശേഷം ലാസ്റ്റ് റോയൽ എൻഫീൽഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തൊരു ബ്രാൻഡായിരുന്നു. ബട്ട് ഞാൻ ഹിമാലയൻ 450 ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് സെയിം ഡ്യൂക്ക് കൈൻഡ് ഓഫ് എൻജിനാണെന്ന് തോന്നി. പക്ഷേ ഇതിൻ്റെ അത്ര ആ ഒരു പെർഫോമൻസ് കിട്ടത്തില്ല, കാരണം വണ്ടി അത് ഹെവിയാണ്, ഇത് ഭയങ്കര ലൈറ്റാണ്. പിന്നെ പവർ അത് 40 bhp 40 Nm ടോർക്കാണ്. വലിയ ഡിഫറൻസ് ഇല്ലെങ്കിലും ഇതിൻ്റെ ആ ഒരു ലൈറ്റ് വെയിറ്റ് കാരണം ഇതിന് പെർഫോമൻസ് കൂടുതലായിട്ട് തോന്നും. പിന്നെ ഇതൊരു ഇലക്ട്രോണിക്സ് കുത്തിയിറച്ച വണ്ടിയാണ്, ഇല്ലാത്ത ഇലക്ട്രോണിക്സ് ഫീച്ചേഴ്സ് ഒന്നുമില്ല. മറ്റേത് അങ്ങനെയല്ല, മറ്റേതിൽ ഇലക്ട്രോണിക്സ് ഒക്കെ കുറവാണ്. നമുക്ക് ക്വിക്ക് ഷിഫ്റ്ററും അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഇതിൽ പിന്നെ എല്ലാം ഉണ്ട്, വേണ്ടാത്തതായിട്ടൊന്നുമില്ല. ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം ക്രൂയിസ് കൺട്രോളാണ്. ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്ത ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുഖമാണ്. പിന്നെ അതാ ഈ സ്വിച്ച് ഞെക്കി മാത്രം നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ലോറി പോകുന്നുണ്ടല്ലോ, ഏത് ലോറി? ഭാരത് ബെൻസ്. അടിപൊളി. ലോറി ഒരു പ്രത്യേക ഭംഗിയാണ്. കുഞ്ഞിലാണെങ്കിൽ നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും. ഇത് ലോറിയാണോ ടിപ്പറാണോ എന്തോ അറിയത്തില്ല. നമ്മളിപ്പം എയർപോർട്ട് കഴിഞ്ഞിട്ടുണ്ട്, ചാക്ക ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ ബീച്ച് റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഇവിടുന്ന് ഒരു 10 മിനിറ്റ് മാക്സിമം നമ്മൾ ഈ ഒരു സ്പീഡിലാണ് പോകുന്നതെങ്കിൽ. പക്ഷേ നമുക്ക് ഇതിനെ ഓവർടേക്ക് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങ് വരെ ഇതിൻ്റെ പിറകെ തന്നെ പോകേണ്ടി വരും. ഇത് എയർപോർട്ടിൻ്റെ ആ ഒരു സ്ട്രെച്ചാണ്. ഈ റോഡൊക്കെ ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. എയർപോർട്ടിൻ്റെ എക്സ്റ്റൻഷൻ കാരണമാണ്. സോ ഈ റോഡൊക്കെ മിക്കവാറും മെമ്മറീസായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ റോഡ് വരും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല, പക്ഷേ വർഷങ്ങളെടുക്കുമായിരിക്കാം. പക്ഷേ ഈ റോഡ് നല്ല സുഖമാണ്. ഗൈസ്, ഞാൻ ക്രൂയിസ് കൺട്രോൾ ഇട്ട് കാണിച്ചത്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, അത് ഓണാക്കുക. എന്നിട്ട് സ്പീഡ് സെറ്റ് ചെയ്യുക. അതായത് ഇവിടെ കണ്ടോ സ്പീഡ് സെറ്റായിരിക്കുന്ന 60. ഇപ്പം ഞാൻ 60 പോകുന്നത്. എനിക്ക് ത്രോട്ടിൽ കൊടുക്കേണ്ടി വരുന്നില്ല, ത്രോട്ടിൽ കൊടുക്കേണ്ടിയേ വരത്തില്ല നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഇടുമ്പോൾ. കണ്ടോ, നമ്മളിതിൻ്റെ കർവെത്തുമ്പം ക്രൂയിസ് കൺട്രോൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ക്രൂയിസ് കൺട്രോൾ ഇപ്പോൾ ഓഫ് ആയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ത്രോട്ടിൽ കൊടുത്താലും മതി. സോ ഇങ്ങനെ ഒരു സംഭവം ഡ്യൂക്ക് 390-ക്കുണ്ട്, ADV 390-ക്കും ഉണ്ട് KTM-ൻ്റെ. പക്ഷേ ഹിമാലയനിലില്ല. നമ്മൾ ലോങ് പോകുമ്പോൾ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് ഈ ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇത് നമ്മുടെ KTM 390 അഡ്വഞ്ചർ നോക്കിയില്ലെന്ന് വെച്ചാൽ, എനിക്ക് ഡ്യൂക്ക് 390 ഉണ്ടല്ലോ, ഈ സെയിം എൻജിൻ തന്നെയാണ്, ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ട്യൂൺ ആണെന്നേ ഉള്ളൂ. പിന്നെ സീറ്റിംഗ് ഒരു ലോങ് ട്രാവൽ സീറ്റിംഗ് അല്ല സംഭവം 390 ADV. അതൊരു പക്ക ഓഫ് റോഡ് റാലി ടൈപ്പ് വണ്ടിയാണ്. അതൊരു ഡാക്കർ സ്റ്റൈലാണ്. അപ്പം സീറ്റിംഗ് നമുക്കത്ര കുഷനിങ് ഒന്നും അല്ല. പക്ഷേ ഹിമാലയൻ്റെ സീറ്റിംഗ് പൊളിയാണ്, ഭയങ്കര കുഷനിങ് ആണ്. അതിൽ തന്നെ എക്സ്ട്രാ ആക്സസറി ആയിട്ട് നമുക്ക് സീറ്റിംഗ് കിട്ടും.
സോ അതൊരു കിട്ടില്ല ഒരു സാധനമാണ്. ഞാൻ വീണ്ടും ക്രൂയിസ് ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ഇവിടുത്തെ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് പോകുന്നുണ്ടോ ഗൈസ്. ഈ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കാണാം. വാവ്. അപ്പം സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ഇവിടെ കൂടുന്നതാണ്. സ്പീഡ് കൂടാൻ നമുക്ക് ത്രോട്ടിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല. കുറയ്ക്കണമെങ്കിൽ അവിടെ തന്നെ സ്വിച്ച് ഉണ്ട്, ബാക്കിലോട്ടാക്കിയാൽ മതി. പിന്നെ മറ്റൊരു സംഭവം ഇതിലുള്ളതെന്ന് വെച്ചാൽ ക്വിക്ക് ഷിഫ്റ്ററാണ്. അതായത് നമുക്ക് ക്ലച്ച് പിടിക്കാതെ അപ്പും ഡൗണും ചെയ്യാം. ഞാനിപ്പോൾ ക്ലച്ച് പിടിച്ചിട്ടില്ല. ഇനി എനിക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ക്ലച്ച് പിടിക്കേണ്ട കാര്യമില്ല. കണ്ടോ, ക്വിക്ക് ഷിഫ്റ്റർ വിത്ത് ഓട്ടോ ബ്ലിപ്പർ. അപ്പും ഡൗണും ഉണ്ട്. അത് ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ളതാണ്. ഒരു ജെർക്കോ ഒരു കാര്യങ്ങളോ ഇല്ല. സോ ഇതൊക്കെ ഈ ഒരു വണ്ടിയിലേ കിട്ടത്തുള്ളൂ. പിന്നെ വണ്ടി ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈസിലി ക്ലിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ബ്രേക്കിംഗ് അന്യായമാണ്. ഫ്രണ്ട് ബ്രേക്കിൽ സിൻറ്റേർഡ് ബ്രേക്ക് പാഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വെയിറ്റുള്ള ബ്രേക്കാണ്. ബാക്ക് ബ്രേക്ക് പാഡ് നോർമലാണ്, ബട്ട് വെയിറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഹിമാലയൻ 450 വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് കുറച്ചുകൂടെ വെയിറ്റ് ഉള്ളതാണ്. അത് ഫ്രണ്ടും ബാക്ക് സിൻറ്റേർഡാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് വണ്ടിക്ക് അത്രയും വെയിറ്റുള്ളൊരു റിയർ ബ്രേക്കിൻ്റെ ആവശ്യമില്ലാഞ്ഞിട്ടും അവർ ഭയങ്കര സിൻറ്റേർഡ് ബ്രേക്ക് പാഡ്സ് കൊടുത്ത് ഒന്ന് തൊട്ടാൽ മതി അവിടെ നിൽക്കുന്ന ടൈപ്പ് ബ്രേക്കിംഗാണ് കൊടുത്തിരിക്കുന്നത് ഹിമാലയൻ 450 റോയൽ എൻഫീൽഡ്. സോ രണ്ടും നല്ല വണ്ടികളാണ്. രണ്ട് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ അവിടെ നേരെ കാണുന്നതാണ് ശംഖുമുഖം ബീച്ചിൻ്റെ എൻട്രൻസ്. അവിടെ ഇപ്പോൾ കടകളൊന്നുമില്ല. ഈ കാണുന്നത് ശംഖുമുഖം ദേവി ടെമ്പിളാണ്. എനിക്ക് ചോറൂണ് എന്ന അമ്പലമാണ് ഗൈസ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കടകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒന്നും തുറന്നിട്ടില്ല. ഞാൻ കൂടുതലും വരുമ്പം ഈ ഒരു റോഡ് സൈഡിൽ ഇവിടെ തന്നെ മിക്കവരും വരുന്നത്. ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് നിൽക്കാറുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നൈറ്റ് ഡ്രൈവ്, നമ്മുടെ ഈ ഒരു DJI Osmo Action 5 Proയുടെ നൈറ്റ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. സോ ഡേ ടൈം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് പറയുക. ഞാൻ കുറച്ച് കളർ ഗ്രേഡിംഗ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഈ വീഡിയോ ഇടുന്നത്. കാരണം ഞാൻ ഡീലോഗിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ആ ബോട്ടിൻ്റെ സൈഡിലേക്ക് അപ്പോൾ നല്ല വ്യൂ കിട്ടും. ഇവിടെ നമ്മൾ മിക്കവരും ഇവിടെ വണ്ടി ഉണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു ഫുട്പാത്തിൻ്റെ അവിടെ കയറി നിൽക്കും. നമുക്ക് നിൽക്കാം. കിടിലം. ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ പോയിട്ട് വരിക. കുറേ ബോട്ടുകൾ വന്നിട്ടുണ്ട്. അവിടെ വല വലിക്കുന്നുണ്ട് ആ സൈഡിൽ. കൊള്ളാം. സോ ഇതാണ് ഗൈസ് നമ്മുടെ ശംഖുമുഖം ബീച്ച്. ഗൈസ് ഇതാണ് ഡ്യൂക്ക് 390. ഞാൻ വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ വേറെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാണ്ട് കൊണ്ട് കിടക്കുന്നത്. ഇത് മോഡിഫൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഈ വണ്ടിയിൽ ഒരു നെഗറ്റീവ് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ ഈ മിററേ പറയത്തുള്ളൂ. ഈ മിറർ പെട്ടെന്ന് സ്ക്രാച്ച് ആവുന്നുണ്ട്. ജസ്റ്റ് നഖയിട്ട് വരച്ചാൽ പോലും സ്ക്രാച്ച് ആവും. ഇതിപ്പോൾ ഡോമിനോറിൻ്റെ ഷേപ്പിലും ആ ഒരു ക്വാളിറ്റിയിലുള്ള മിററല്ല. ഡോമിനോറിൻ്റെ മിറർ വന്നത് ആദ്യം ജെൻട്രിയിലൊക്കെ ആയിരുന്നു. അത് നല്ല ക്വാളിറ്റി മിററാണ്. ഇത് നമ്മൾ ഒന്ന് നഖയിട്ട് വരച്ചാൽ തന്നെ സ്ക്രാച്ച് ആവും. അത് മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളത്. അല്ലാതെ ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നുമില്ല, പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ. ഹെഡ്ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കൊള്ളാം, കുഴപ്പമില്ല. അത്യാവശ്യം പവർ നൽകുന്നൊരു ഹെഡ്ലൈറ്റാണ്. നമുക്ക് വേറെ ഓക്സിലറി ലൈറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല.
ഇതുകൊണ്ട് മീൻ വലിച്ച് കയറ്റുന്നുണ്ട് ഗൈസ്. അങ്ങ് എവിടെയോ കിടക്കുവോ വല, അത് നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഇവിടെ വന്നാൽ രാവിലെ മീൻ കിട്ടും. ഇന്ന് വെള്ളം ഭയങ്കര ക്ലീൻ ആയിട്ട് കിടക്കുകയാണല്ലോ, ഒരു ഗ്രീൻ കളറായിട്ട് കിടക്കുക മീൻ, സോറി വെള്ളം. മീനൊക്കെ എങ്ങനെ ആയിരിക്കുന്നു അറിഞ്ഞിട. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ച് ട്രാവൽ ചെയ്യാം. ഒരു പട്ടിക്കുട്ടൻ. അപ്പം കമ്മിങ് ടു ദ ബൈക്ക്. വണ്ടിയിൽ റൈഡിങ് മോഡ്സ് ഉണ്ട്. റൈഡിങ് മോഡ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സ്ട്രീറ്റ് ഉണ്ട്, ട്രാക്ക് ഉണ്ട്, പിന്നെ റെയിൻ മോഡുണ്ട്. റെയിൻ മോഡാകുമ്പം ത്രോട്ടിലിൻ്റെ റെസ്പോൺസ് ചെറുതായിട്ടൊന്ന് കുറയുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ട്രാക്ക് ആകുമ്പോൾ നമുക്കിത് ഈ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. പെർഫോമൻസ് കൂടുതലെന്ന് ചോദിച്ചാൽ ഇല്ല, സ്ട്രീറ്റ് പോലെ സെയിം ആണ്. പിന്നെ മെയിൻലി നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ ടൈമറും കൂടെ വരും, സ്റ്റോപ്പ് വാച്ച് വരും, ലാപ്പ് ഇവിടെ റെക്കോർഡാവും. അതൊക്കെയാണ് മെയിൻലി ട്രാക്ക് മോഡിലെ ഡിഫറൻസ്. നമ്മളിപ്പോൾ സ്ട്രീറ്റ് ഇടുമ്പോൾ അതിൻ്റെ വ്യൂ നോക്കിക്കോ. ഇതാണ് സ്ട്രീറ്റ് മോഡിൻ്റെ ആ ഒരു സ്പീഡോമീറ്ററിൻ്റെ വ്യൂ. ഇനി നമ്മളിതാ ട്രാക്ക് ഇടുന്നു, ഇത് ട്രാക്കിൻ്റെ. ഈ വണ്ടി എൻജിന് അത്ര സ്മൂത്തുള്ളൊരു എൻജിനല്ല എന്ന് നമുക്ക് പറയാം. കാരണം സിംഗിൾ സിലിണ്ടർ ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണ്. പക്ഷേ ഒന്ന് ലിക്വിമോളിയുടെ എൻജിന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം, വണ്ടി ഭയങ്കര സ്മൂത്താവും. എൻജിൻ സൈഡിൽ നിന്നുള്ള വൈബ്രേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ കുറയും. ഒരു 100% വൈബ്രേഷനുള്ളൊരു വണ്ടിയാണെങ്കിൽ ഒരു 25% അത് ഡ്രോപ്പ് ആവും. പിന്നെ ഒരു 25% വൈബ്രേഷനേ കാണത്തുള്ളൂ. അതൊരു നോർമലാണ്. പിന്നെ നമുക്ക് ഹാൻഡിൽ ബാറിലൊന്നും വൈബ്രേഷനേ ഇല്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു എൻജിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ലിക്വിമോളിയുടെ എൻജിൻ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ. സോ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം, നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാൻ കിട്ടും. നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എൻജിൻ ഓയിൽ 2 ബോട്ടിൽ മേടിക്കണം. അത് എനിക്ക് തോന്നുന്നു 2 ലിറ്റർ അടുപ്പിച്ച് വരും. 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് മേടിക്കേണ്ടത്. അതിൻ്റെ കൂടെ നിങ്ങൾ എൻജിൻ ഫ്ലഷ് മേടിക്കണം, പിന്നെ MOS2 ഷൂട്ടർ മേടിക്കണം, ഫ്യൂവൽ അഡിക്റ്റീവ് മേടിക്കണം. ഇത്രയും മേടിച്ച് കഴിയുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് എൻജിൻ ഓയിൽ ചേഞ്ച് ആവുന്നത്. എൻജിൻ ഫ്ലഷ് മേടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഷോറൂമിൽ നിന്ന് നമുക്ക് മോട്ടോറിൻ്റെ എൻജിൻ ഓയിലാണ് ഒഴിച്ചു തരുന്നത്. ചിലപ്പം പ്രോലൂബ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എൻജിൻ ഓയിലും ഇപ്പോൾ ഒഴിക്കുന്നുണ്ട്. അതൊക്കെ ഒഴിക്കുന്ന ഒരു വണ്ടിയാണ് മിക്കപ്പോഴും എൻജിൻ ഓയിൽ ലീക്കൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നത്. സോ അത് നമ്മൾ ഫുൾ എൻജിൻ ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ പുതിയൊരു ബ്രാൻഡിൻ്റെ എൻജിൻ ഓയിൽ ഒഴിക്കാൻ. ഞാനിപ്പോൾ ഇതിന് മോട്ടോറിലോട്ട് മാറ്റുവാണെങ്കിൽ എനിക്ക് എൻജിൻ ഫ്ലഷ് മേടിച്ച് ഫുൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഒഴിക്കേണ്ടത്. സോ എന്താണ് എൻജിൻ ഫ്ലഷ് എന്ന് വെച്ചാൽ അതൊരു ഡിറ്റർജൻറ്റ് പ്രോപ്പർട്ടി വരുന്ന സംഭവമാണ്. നമ്മളെ എൻജിൻ്റെ അകം ഫുൾ കഴുകി ഇറക്കിയിട്ട് പുതിയൊരു എൻജിൻ ഓയിൽ ഒഴിക്കാൻ വേണ്ടി റെഡിയാക്കി തരുന്നൊരു സാധനമാണ്. ഓവർടേക്കിംഗ് ഒക്കെ എത്ര ഈസിയാണെന്ന് നോക്കിയാണ് ഗൈസ്. മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഈ മണലൊക്കെ കാണും റോഡിൽ, അത് ചിലപ്പോൾ വണ്ടി തന്നെ സാധ്യതയുണ്ട്. ഈ വണ്ടിയിൽ പിന്നെ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉണ്ട്, കോർണറിങ് ABS ഉണ്ട്. നമ്മൾ കോർണർ എടുക്കുമ്പം തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ABS അത്യാവശ്യം വർക്ക് ചെയ്യും. കോർണറിങ് ABS എന്ന് പറയും.
വണ്ടിയുടെ നെഗറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ മിറർ മാത്രമേ തോന്നിയുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ ഡോമിനോറിൻ്റെ മേടിച്ച് വയ്ക്കുമ്പോൾ അതൊക്കെ ഫിക്സ് ആവും. അല്ലെങ്കിൽ അവർ ആ മിററിൻ്റെ ക്വാളിറ്റി ഒന്ന് കൂട്ടിയാലും മതിയായിരുന്നു. പിന്നെ ടയേഴ്സിനെ പറ്റി പറയുമ്പോൾ അപ്പോളോ ആൽഫ H1 ആണ് കിടക്കുന്നത്. അത് കുഴപ്പമില്ല, നല്ല ടയറാണ്. അത്യാവശ്യം കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്യും, ഒരു 10 പോവുമായിരിക്കും. ഇതിൽ നേരത്തെ മെറ്റ്സെല്ലേഴ്സാണ് വന്നിരുന്നത്. അത് ഭയങ്കര അന്യായ ഗ്രിപ്പുള്ളൊരു ടയറായിരുന്നു. അത് കോസ്റ്റും ഉണ്ടായിരുന്നു. സോ അവർ വണ്ടിയുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ ടയർ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു DJI Action 5 Proയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയണം. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ കളർ ഗ്രേഡിങ് ചെയ്യാൻ പോകുന്നത് DaVinci Resolve എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ്. സോ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്തെടുക്കുമ്പം കുറേ കൂടെ ബെറ്റർ ആവും. ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ഹൈവേസിലൊക്കെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് ഈ വണ്ടി തരുന്നത്. മാത്രമല്ല ക്രൂയിസ് കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ത്രോട്ടിൽ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്താൽ ഇങ്ങനെ റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും. സാറിന് നമുക്ക് ക്ലച്ച് പിടിക്കാതെ നമ്മൾ കൈ അഴിക്കുമ്പം വിടുന്നുണ്ട്, പക്ഷെ നമുക്ക് ത്രോട്ടിൽ വിടാൻ പറ്റില്ല, കാരണം വണ്ടി നീങ്ങത്തില്ല. ബട്ട് ഇതിൽ അത് പറ്റും. ക്രൂയിസ് കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഒരു വണ്ടിയിൽ ക്രൂയിസ് കൺട്രോൾ വേണം. നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ കൈ എന്തായാലും കഴിക്കും. ഒരു കൈ ഇങ്ങനെ റെസ്റ്റ് ചെയ്തൊക്കെ വേണമെങ്കിൽ നമുക്ക് വെച്ച് കുറച്ച് നേരം ഓടിക്കാം. സ്ട്രെയിറ്റ് റോഡിലേ പറ്റത്തുള്ളൂ. കർവി റോഡ്സിലൊന്നും ക്രൂയിസ് ഇട്ട് ഓടിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല, വണ്ടിയുടെ കൺട്രോളും കൂടെ പോകും. ഞാൻ ആ ക്ലച്ച് പിടിക്കാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഡൗൺ ചെയ്യാനും ക്ലച്ചിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ RPM ശ്രദ്ധിച്ചാണോ? ഒരു 4000 അബവ് അല്ലെങ്കിൽ ഒരു 5000 ആ ഒരു ടൈമിൽ വേണം നിങ്ങൾ ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്യേണ്ടത്. കാരണം അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഒരു ജർക്കൊന്നും ഇല്ലാതെ നമുക്ക് ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. പൊളി. പച്ച പിടിക്കാതെ ഗിയർ മാറുന്നതിൻ്റെ സുഖം അത് വേറൊരു ലെവല് തന്നെ. ഇവിടെ ട്രാക്കിൽ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഓർമ്മ വരും നമുക്ക്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് റൈഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചാനലിൽ എല്ലാ മാസവും ഗിവ് അവേ ഉണ്ടായിരിക്കുന്നതാണ്. അത് വിട്ടുപോകില്ല. ഞാൻ പിന്നെ ട്രാവലിങ്ങിനാണെങ്കിലും നമ്മൾ ഗിവ് അവേ നടത്തിയിരിക്കും. അതുകൊണ്ട് എല്ലാ മാസവും ഗിവ് അവേ ഉള്ളൊരു ചാനലാണ്. അതുകൊണ്ട് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ചിലർ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. മേ ബി എൻ്റെ ഫാമിലിയിലുള്ളവരോ ഫ്രണ്ട്സോ ആയിരിക്കാം. എപ്പോഴും നമ്മളെ ക്ലോസ് സംഭവങ്ങളായിരിക്കില്ല ഇതൊന്നും ചെയ്യാത്തത്. അത് പൊതുവേ യൂട്യൂബിലുള്ള ഒരു അൽഗോരിതം വെച്ചിട്ട് മനസ്സിലാക്കുന്നതാണ്. മാത്രമല്ല മനുഷ്യന്മാരും അങ്ങനെയാണ്. എല്ലാ മനുഷ്യന്മാരുടെ നേച്ചറും ചിലതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഫാമിലി ഫ്രണ്ട്സ് അല്ലാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തൊരു പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് ഉടൻ കാണാം. അതുവരേക്കും see you, bye bye guys.